സുഹൃത്തുക്കളെ എന്തൊക്കെ വർത്തമാനങ്ങൾ സുന്ദരല്ലേ? അപ്പോൾ നമ്മളിപ്പോ 400ലേറെ വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം കേട്ടോ നമ്മളെ ഇവിടെ അടുത്ത്. അപ്പോൾ ഒന്നുമല്ല നമ്മളെ കവളപ്പാറ കൊട്ടാരാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് കുറച്ച് പരാജയ സ്ഥിതിയിലാണ് ഉള്ളത്. എന്താ വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അകത്ത് കയറാൻ പറ്റുമോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഉള്ളത് കേട്ടോ എന്ത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് വിഷമത്തിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്താ വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലുള്ളത്, മൊത്തം കാടും പൊത്തിയും പിടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്തേക്കൊന്ന് പോയിട്ട് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ കേസിലുള്ളത്. അപ്പോൾ അത് കാരണം പിന്നെ അകത്തേക്കൊന്നും പോകാൻ നിന്നില്ല ഞാൻ. പന്തേരുകുലത്തിലെ കാരക്കൽ മാതിയുടെ സന്തതികളാണ് കേട്ടോ നമ്മളെ ഒറ്റപ്പാലത്തിനടുത്തുള്ള കവളപ്പാറ കുടുംബം. ചേരമാൻ പെരുമാളിന്റെ കാലത്ത് 96 ദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന കവളപ്പാറ മൂപ്പിൽ നായർ കുടുംബത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് ഈ മാളികച്ചോടും ഊട്ടുപുരയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് എന്താ പറയുക വെച്ചാൽ ചില മലയാള സിനിമകളും കൂടി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിന്റെ നേരെ മുന്നിൽ തന്നെയാണ് കേട്ടോ നമ്മളെ കവളപ്പാറ അമ്പലം. അപ്പോൾ അമ്പലത്തിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. ഈ പറയുന്ന ഞാനടക്കം കവളപ്പാറ ദേശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയുക എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോപ്പർട്ടി വരും തലമുറയ്ക്ക് ജനങ്ങൾക്ക് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുമാതിരിയുള്ള അടിപൊളി വീഡിയോസ് ഇട്ട് ഇനി മുന്നോട്ടേക്ക് വരും. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഓക്കെ, ബൈ.